സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ UPSC പട്ടികയിലുണ്ടായിരുന്ന 3 പേരുടെയും സർവീസ് ചരിത്രം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. 3 പേരിൽ ഭേദം റവാഡ ചന്ദ്രശേഖറാണെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇദ്ദേഹം റവാഡ ചന്ദ്രശേഖർ DGP ആകുന്നു എന്നുള്ള വിവരം വന്നതിന് ശേഷം തന്നെ ചെറിയ രീതിയിലുള്ളൊരു വിവാദത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കൂത്തുപറമ്പ് വെടിവയ്പ് എടുത്തു പറഞ്ഞ് പി ജയരാജൻ്റെ പരാമർശം വരുന്നു. അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അതിൽ വിശദീകരണമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ രീതിയിലൊന്നുമല്ല, കൃത്യമായിട്ട് എന്താണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണതല്ലേ? 3 പേരിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ, അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 പേരിൽ ഒരാളെ ഏതായാലും എടുക്കണം. കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് 3 പേരുടെ പേരാണ്. അതിൽ നിന്ന് മുഖ്യമന്ത്രി എടുക്കണം. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. അതിനുശേഷമാണ് ചെറിയ രീതിയിലുള്ളൊരു വിവാദത്തിലേക്ക് അത് കടക്കുന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി എന്തായാലും കൃത്യമായി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി. ഷഫീദ്, പറയും. തീരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൂത്തുപറമ്പ് വെടിവെപ്പടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ റവാഡ ചന്ദ്രശേഖർ ASP ആയിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരാളെ നിയമിച്ചതിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നമോ വിമർശനമോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് UPSC നൽകിയ തിരിച്ചയച്ച ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന 3 പേർ, അതിൽ നിതിൻ അഗർവാൾ, അതേപോലെ തന്നെ റവാഡ ചന്ദ്രശേഖർ, മൂന്നാമത്തേത് യോഗേഷ് ഗുപ്ത. ഇതിൽ നിതിൻ അഗർവാളോടും യോഗേഷ് ഗുപ്തയോടും സംസ്ഥാന സർക്കാരിന് കാര്യമായ താല്പര്യമില്ല. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ 3 പേരുടെയും സർവീസ് ചരിത്രം മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാത്രമല്ല 3 പേരിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ ആണെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു എന്നുള്ളതാണ് വിവരം. അതായത് നിതിൻ അഗർവാളിനെയും യോഗേഷ് ഗുപ്തയും പാടെ ഒഴിവാക്കി റവാഡ ചന്ദ്രശേഖറിലേക്ക് എത്താനുള്ള കാരണം അതാണെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വിവരിച്ച ശേഷമാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. സ്മിത.